വന്നിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. GSTയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? GSTയുടെ ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സസ്. GSTയെ കുറിച്ച് പറയുകയാണെങ്കിൽ GSTയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് അറിയാമോ? GSTയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചനാണ്. അതുപോലെ അമിതാഭ് ബച്ചനെ കുറിച്ച് 1-2 പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ബ്രാൻഡ് അംബാസഡർ ഓഫ് GST ആൻസർ അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ ഇസ് ദ ബ്രാൻഡ് അംബാസഡർ ഓഫ് GST. അതുപോലെ തന്നെ അമിതാഭ് ബച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷരൻഷാ എന്നറിയപ്പെടുന്ന ആരാണ്? അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചൻ ഇസ് നോൺ ആസ് ഷരൻഷാ. അതുപോലെ തന്നെ ലണ്ടനിലെ മ്യൂസിയത്തിൽ സ്ഥാനം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചൻ്റെ വീട്ടുപേരാണ് പ്രതീക്ഷ. ഹൗസ് നെയിം ഓഫ് അമിതാഭ് ബച്ചൻ ആൻസർ പ്രതീക്ഷ. അതുപോലെ പറയുകയാണെങ്കിൽ GSTയെ കുറിച്ച് പറയുകയാണ്. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആർട്ടിക്കിൾ 101 ഭരണഘടനാ ഭേദഗതിയാണ്. 101 ഭരണഘടനാ ഭേദഗതിയാണ്. 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് റിലേറ്റഡ് ടു GST ഇയർ 2016 2016 101 ഭരണഘടനാ ഭേദഗതി നടക്കുന്നത്. അതുപോലെ GSTയെ കുറിച്ച് പറയുകയാണെങ്കിൽ GST നിലവിൽ വന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? ഫ്രാൻസ്. GST ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രാൻസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് GST on 1954 GST ആദ്യമായിട്ട് വരുന്നത്. GST നിലവിൽ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നതെന്നാണ് 2017 ജൂലൈ 1 GST എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഓൺ 2017 ജൂലൈ 1. അതുപോലെ GSTയെ കുറിച്ച് പറയുകയാണെങ്കിൽ GST നിലവിൽ വരുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് GST ഇൻ ഇന്ത്യ? ആൻസർ ആസാം. ഇൻ സെക്കൻഡ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് GST ഇൻ ഇന്ത്യ? ആൻസർ ബീഹാർ. അതുപോലെ GSTയെ കുറിച്ച് പറയുകയാണെങ്കിൽ GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 246A ഡീൽസ് വിത്ത് GST. ആർട്ടിക്കിൾ 279A ഡീൽസ് വിത്ത് GST കൗൺസിൽ. ആർട്ടിക്കിൾ 246 GSTയെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 279A GST കൗൺസിലിനെ കുറിച്ച് പരാമർശിക്കുന്നു.